അപ്പോൾ എല്ലാവർക്കും പി കെ ലെൻസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ ഫയർമാൻ്റെ 6ാമത്തെ ക്ലാസ് ആണ്. അപ്പോൾ ഈ ക്ലാസ് ഇനി ഒരു ക്ലാസ്സും കൂടെ മതിയാവും നമ്മുടെ ഈ ഒരു ഫയർമാൻ അതിന്റെ ഫയർ എന്നൊരു പോർഷൻ തീരാനായിട്ട്. അപ്പോൾ ഇതോടെ നമ്മുടെ ഫയർ എന്നൊരു പോർഷൻ തീരും. ഓക്കെ, അപ്പം അഡ്മിറ്റ് കാർഡൊക്കെ വന്നിട്ടുണ്ട്, നിങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളത് അവസാനത്തോട്ട് വെച്ചുകൊണ്ടിരിക്കരുത്, എത്രയും പെട്ടെന്ന് തന്നെ ഡൗൺലോഡ് ചെയ്തോളുക. കാരണം വേറെ ഒന്നുമില്ല, ചിലപ്പം എങ്ങാനും നിങ്ങൾ ലാസ്റ്റ് ഡേ ആണ് ഡൗൺലോഡ് ചെയ്യാൻ വെക്കുന്നത്, സൈറ്റ് ബ്ലോക്ക് ആണ്, ഹാങ് ആണൊക്കെ വന്ന പിന്നെ അത്യാവശ്യം പ്രശ്നമായിരിക്കും. സോ അതിപ്പോഴേ തന്നെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് ചെയ്ത് നിങ്ങളൊന്ന് വെച്ചോളൂ. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് നമുക്ക് കിടക്കാം. ഇന്ന് നമ്മൾ എം എസ് ഡി എസിന്റെ കുറച്ച് പോർഷൻ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞിരുന്നു. അതായത് LPG, ക്ലോറിൻ, അമോണിയ, ഇത് നിങ്ങളുടെ സിലബസിലുണ്ട്. അപ്പോൾ MSDS എന്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അല്ലേ. അതുപോലെ തന്നെ ഫയർ എക്സ്റ്റിങ്ക്യൂഷേഴ്സും നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. അതായത് ടൈപ്സ് ഓഫ് ഫയർ, പിന്നെ എന്താ നമ്മൾ അതിന്റെ ഒരു എക്സ്റ്റിങ്ക്യൂഷേഴ്സ് എന്ന് പറഞ്ഞാൽ ടൈപ്സ് ഓഫ് എക്സ്റ്റിങ്ക്യൂഷർ അല്ല, പക്ഷെ നമുക്ക് ഓരോ ക്ലാസ്സിനും ഏതൊക്കെ എക്സ്റ്റിങ്ക്യൂഷർ വേണമെന്നുള്ള രീതി നമ്മൾ ഈ ക്ലാസ്സിലായിരിക്കും നമ്മൾ നോക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ടൈപ്സ് ഓഫ് ഫയർ എക്സ്റ്റിങ്ക്യൂഷേഴ്സും അതുപോലെ പാസ് എന്നൊരു കാര്യം കൂടെ നമ്മൾ നോക്കും. അത് ആ ക്ലാസ്സിൽ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞുതരാം എന്താണ് നമ്മൾ നോക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ആ ക്ലാസ്സിൽ നമ്മൾ കൃത്യമായിട്ട് നമുക്ക് നോക്കാം. അപ്പം ഈ ക്ലാസ്സിൽ ഇത്രയാണ് നമ്മൾ നോക്കുന്നത്. MSDS LPG വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകൾ കണ്ടു, അതുപോലെ കഴിഞ്ഞ ക്ലാസ് നിങ്ങൾ കണ്ടപ്പം എന്താണ് ഓരോന്നും നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് MSDS എന്താണ് അല്ലെങ്കിൽ ട്രം കാർഡ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് തന്നെ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പം അതിലൊരു വ്യക്തത വരുത്തിയിട്ട് തന്നെ ഈ ക്ലാസ്സിൽ കാണുക. വലിയ കാര്യമൊന്നുമില്ല, ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും വളരെ എളുപ്പം ഒരു ക്ലാസ് കണ്ടാൽ മാത്രം മതി, പിന്നീട് നിങ്ങൾ അത് പഠിക്കുകയൊന്നും വേണ്ട, അത്ര എളുപ്പത്തിൽ തന്നെ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് LPG ആണ്. MSDS LPG ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. MSDS എന്ന രീതിയിലോട്ട് നമ്മൾ പോകുന്നില്ല. MSDS എന്ന് പറയുമ്പോൾ നമ്മൾ അതിന്റെ 16 ഘടകങ്ങൾ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതൊക്കെയാണ് 16 ഘടകങ്ങൾ എന്ന് പറഞ്ഞു, അത് മൊത്തം നമ്മൾ പറയേണ്ടി വരും. അതിന്റെ ആവശ്യമില്ല, 12th ലെവൽ എക്സാം ആണ് നിങ്ങൾ എഴുതുന്നത്. അതിനകത്തപ്പം LPGയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കും. അതുപോലെ തന്നെയാണ് ക്ലോറിനും അമോണിയം എല്ലാം നമ്മൾ അങ്ങനെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കിയായിരിക്കും നമ്മൾ പോകുന്നത്. അതിന്റെ ആവശ്യമുള്ളൂ നമ്മുടെ പരീക്ഷയ്ക്ക്, അതുകൊണ്ടാണ്. അപ്പം LPG എന്താണെന്ന് നിങ്ങൾക്കറിയാം. ലിക്വിഡ് ഫൈഡ് പെട്രോളിയം ഗ്യാസ് അഥവാ ദ്രവീകൃത പെട്രോളിയം വാതകം. ഓക്കെ, അതിന്റെ മലയാളത്തിൽ ചിലപ്പം ദ്രവീകൃത പെട്രോളിയം വാതകം എന്ന് പറഞ്ഞാൽ LPG തന്നെയാണ് നിങ്ങൾ ഓർത്തുക. പലരും ഇംഗ്ലീഷ് ഫോളോ ചെയ്തുകൊണ്ട് അത് അറിയാൻ ബുദ്ധിമുട്ടാവുന്നതുകൊണ്ട് അതിന്റെ ഒരു ടൈറ്റിൽ നെയിം പറഞ്ഞു എന്നേ ഉള്ളൂ. അതിന്റെ ഹസാർഡസ് കെമിക്കൽ കോഡ് നമ്മൾ കണ്ടിരുന്നു, 2WE. അതെപ്പോഴാണ് സ്റ്റോറേജിന്റെ ആണ് വരുന്നത്. സ്റ്റോറേജിന്റെ സമയത്താണ് 2WE എന്ന് പറയുന്നത്. അത് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് 2YE ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വേറെ ഒന്നുമല്ല, ഒന്ന് സ്റ്റോർ ചെയ്യുന്നു, മറ്റൊന്ന് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോഴാണ് കൂടുതൽ അപകട സാധ്യതയും അതുപോലെ തന്നെ ഈ അപകടങ്ങളെ കണ്ടെയ്ൻ ചെയ്യാനായിട്ട് കൂടുതൽ കാര്യങ്ങൾ വേണ്ടത് ആ ഒരു സമയത്ത് ആയതുകൊണ്ടാണ് അതിന്റെ 2YE എന്ന് വേറൊരു രീതിയിൽ അത് അതിന്റെ ഒരു കോഡും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ക്ലാസ് നമ്മളത് പറഞ്ഞിരുന്നു. പിന്നെന്താണ് ഇതിന്റെ ഒരു ബാഷ്പ സാന്ദ്രത, ഇത് നിങ്ങളൊന്ന് നോക്കി വെച്ചോളൂ. ബാഷ്പ സാന്ദ്രത നോക്കി വെച്ചോളൂ. 1.5 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ് കേട്ടോ. 1.5 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. അതുപോലെ തന്നെ എയറിന്റെ ബാഷ്പ സാന്ദ്രത എന്തായിരിക്കും? എയറിന്റെ വരുമ്പം എത്രയായിരിക്കും? ഒന്നാണ് കേട്ടോ. 1 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ് എയറിന്റെ വരുന്നത്. ഓക്കെ, ഇത് എയറിനേക്കാളും ബാഷ്പ സാന്ദ്രത കൂടുതലാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇതൊന്ന് മനസ്സിലാക്കി വെച്ചോളൂ കേട്ടോ. അതുപോലെ CNG ഒക്കെയാണ് വരുന്നതെങ്കിൽ എത്രയായിരിക്കും? 0.6 ആണ്. ഓക്കെ, ഈ ഒന്നിനേക്കാളും താഴെയാണ് CNG ആണ് വരുന്നതെങ്കിൽ, CNG എന്നത് എക്സ്ട്രാ ആയിട്ട് പറയുന്നതാണ്. 0.6 kg പെർ മീറ്റർ ക്യൂബ് ആണ് വരുന്നത്. ഓക്കെ, CNG ആണ് വരുന്നതെങ്കിൽ എയറിനേക്കാളും താഴെയാണെന്ന് ഓർക്കുക. എയർ 1 ആണെന്ന് ഓർത്ത് വെക്കുക. അതുപോലെ LPG അതിനേക്കാളും മുകളിലാണെന്ന് ഓർക്കുക. CNG താഴെയാണെന്ന് അറിഞ്ഞാൽ മതി. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്ത് വെക്കണം. അതുപോലെ ഇത് എന്തിൻ്റെയൊക്കെ ഒരു ഘടകങ്ങൾ ചേർന്നതാണ് LPG എന്ന് പറയുമ്പോൾ എന്തിൻ്റെയൊക്കെ ഘടകങ്ങൾ ചേർന്നതാണ് നിങ്ങൾ മനസ്സിലാക്കണം. അതിനകത്ത് എന്താണ്? പ്രൊപ്പൈനും ബ്യൂട്ടൈനും മസ്റ്റ് ആണ്. അതുപോലെ പ്രൊപ്പിലീൻ്റെ ചെറിയൊരു അഡീഷൻസും കാര്യങ്ങളും എല്ലാം കൂടെ വരും. അപ്പം ആ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ ഇതിനകത്ത് എന്താണ് ഇതിന്റെ ഒരു വേറൊരു പ്രത്യേകത എന്താണ്? LPGയുടെ ഒരു വേറൊരു പ്രത്യേകത എന്താണ്? നിങ്ങൾ പറയുമല്ലേ LPGക്ക് ഗന്ധമുണ്ട്. ഇപ്പം അതിന്റെ ഒരു വേറൊരു പ്രത്യേകത നിറമില്ല, ഗന്ധമില്ല എന്നുള്ളതാണ് അതിന്റെ വേറൊരു പ്രത്യേകത. നിറമില്ലാത്ത അല്ലെങ്കിൽ ഗന്ധമില്ലാത്ത വാതകം എന്നാണ് അതിന്റെ ഒരു പ്രത്യേകത. പക്ഷേ നമ്മുടെയൊക്കെ വീട്ടിലറിയാമല്ലോ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്മെല്ല് ചെയ്യാൻ പറ്റും അല്ലേ? നമ്മൾ ഗ്യാസ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് അതിനകത്തൊന്ന് വേറൊരു സ്മെല്ല് വരും.
ഓക്കെ. പക്ഷേ യഥാർത്ഥത്തിൽ LPGക്ക് സ്മെല്ലില്ല. പക്ഷേ ഈ സ്മെല്ല് എന്തിനാണ് ആഡ് ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ ഇത് ഹൗസ് ഹോൾഡായിട്ട് നമ്മൾക്ക് പലർക്കും ഇതിൻ്റെ കാര്യങ്ങളൊന്നും അറിയാൻ മേല. അതായത് എങ്ങനെയാണ് ഇതിനെ കണ്ടെയ്ൻ ചെയ്യേണ്ടതെന്നോ അല്ലെങ്കിൽ ഒരു കാര്യങ്ങളും പല വീട്ടമ്മമാർക്കും അറിയാൻ മേല. അല്ലെങ്കിൽ നമ്മളാണെങ്കിൽ പോലും നമുക്ക് ഇതിനെപ്പറ്റി വലിയ പിടിയൊന്നുമില്ല. ഇതിനെ എങ്ങനെയാണ് അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് കണ്ടെയ്ൻ ചെയ്യേണ്ടത് എന്നൊന്നും നമുക്ക് അറിയത്തില്ല. ഇൻ കേസ് നമ്മൾ അറിയാണ്ടത് തുറന്നു വെച്ചിട്ട് പോയാൽ പോലും ഇത് പടരുന്നുണ്ടോ, അതായത് ഗ്യാസ് പടരുന്നുണ്ടല്ലോ നമ്മൾ അറിയില്ല. അതുകൊണ്ടാണ് ഇതിനകത്ത് ഈഥൈൽ മെർക്യാപ്റ്റൻ എന്നൊരു ഇത് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഈഥൈൽ മെർക്യാപ്റ്റൻ ആഡ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഒരു പ്രത്യേക ഒരു സ്മെല്ല് കിട്ടുന്നത്. അതാണ് ഗ്യാസിന്റെ സ്മെല്ലായിട്ട് നമ്മൾ പറയുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ അതിന് നിറവോ ഗന്ധമോ ഇല്ല എന്നുള്ള കാര്യം കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം. അടുത്തത് നമ്മൾ പറയുമ്പോഴത്തേക്കും നമ്മൾ പറയാറുണ്ട് അല്ലേ, ഇത് എന്താണ്, ഇതിനൊരു ആക്സിഡന്റ് പറ്റിയാൽ എന്ത് ചെയ്യണം. നേരത്തെ നമ്മൾ കണ്ടിരുന്നു അല്ലേ, 2W വന്നപ്പോൾ ആ ഒരു ഇതിൽ അത് കണ്ടെയ്ൻ ചെയ്യുക എന്നുള്ളത് പറഞ്ഞിരുന്നു. അത് W വരുന്നത് ഏതാണ്, കണ്ടെയ്ൻ എന്നൊരു ഇതിലേക്കാണ് അത് വരുന്നത്. കണ്ടെയ്ൻ എന്ന ഒരു കാറ്റഗറിയിലേക്കാണ് വരുന്നത്. ഒന്നെങ്കിൽ ഡൈല്യൂട്ട് ചെയ്യുക അല്ലെങ്കിൽ കണ്ടെയ്ൻ ചെയ്യുക എന്ന് വരുമ്പോൾ അതിനകത്ത് കണ്ടെയ്ൻ കാറ്റഗറിയിലാണ് ഇത് വരുന്നത്, W വരുന്നത്. ഓക്കെ. 2W ആണ് അത് എന്നൊരു കാര്യം നിങ്ങളൊന്ന് ഓർമ്മയിൽ വെച്ചേക്കുക. ഓക്കെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാൽ നിങ്ങൾ മറന്നു പോയിട്ടില്ല, നിങ്ങൾക്ക് ഓർമ്മയിലുണ്ടെന്ന് അറിയാം. ഓക്കെ. അപ്പം ഇതിനെ എന്താണ് വെള്ളത്തിൽ ചെറിയ അളവിൽ ലയിക്കുന്നു. അപ്പം നമ്മളത് കേൾക്കുമ്പോൾ നമ്മളവർക്ക് ഒരുപാട് ലയിക്കും എന്നുള്ള രീതിയിൽ നമ്മളത് മനസ്സിലാക്കും. ലയിക്കും, പക്ഷെ ഒരുപാടല്ല, ചെറിയ അളവിലാണ് ലയിക്കുന്നത്. പക്ഷെ ലയിക്കുന്നത് പോലും അപകടമാണ് എന്നൊരു കാര്യം ഓർക്കാം. വെള്ളത്തിൽ ചെറിയ അളവിലേ ഇത് ലയിക്കുള്ളൂ എന്ന് നിങ്ങളൊന്ന് ഓർമ്മ വെക്കണം. അതുപോലെ എന്താണ്, ആൽക്കഹോൾ, ഗ്യാസലിൻ പോലുള്ള ജൈവലായങ്ങളിൽ അത് ലയിക്കും. അത് നല്ല രീതിയിൽ ലയിക്കുന്ന ഇതിലാണ് ആൽക്കഹോൾ, ഗ്യാസലിൻ പോലെയുള്ള ജൈവലായങ്ങളിൽ അത് കൂടുതലായിട്ട് അത് എന്ത് ചെയ്യും, ലയിക്കും, അല്ലെങ്കിൽ സോലുബിൾ ആവും. ഓക്കെ. ആ ഒരു കാര്യം കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം. അതുപോലെ ഇതൊക്കെ കൊണ്ടുപോകുന്ന ടാങ്കറിൽ, ഈ LPG കൊണ്ടുപോകുന്ന ടാങ്കറിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്, അതിൽ എന്താ എഴുതി വെച്ചിട്ടുണ്ട്, ഹൈലി ഫ്ലെയിമബിൾ അല്ലേ, അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഇത് അങ്ങേയറ്റം കത്തുന്ന ആ ഒരു ജ്വലനക്ഷമത ഉള്ളതാണ്. നമ്മൾ നേരത്തെ കണ്ടിരുന്ന ഇതിനകത്ത് ജ്വലനക്ഷമതയും കാര്യങ്ങളും എല്ലാം നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നോക്കിയപ്പോൾ അതിന്റെ എത്രത്തോളം വ്യത്യാസം വരുന്നുണ്ടെന്നുള്ള കാര്യമൊക്കെ നമ്മൾ കണ്ടിരുന്നു അല്ലേ. 0ക്കും താഴെയാണ് ഇതിന്റെ ജ്വലനക്ഷമത വന്നത് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ കണ്ടിരുന്നു. അതുപോലെ ഇതിന്റെ തിളനില എത്രയാണ് നോക്കിയത്, തിളനില 42 ഡിഗ്രി സെൽഷ്യസ്. ഇത് നിങ്ങളൊന്ന് ഓർമ്മയിൽ വെക്കുക. ഈ ഒരു തിളനില എന്ന് പറഞ്ഞ കാര്യം നിങ്ങളൊന്ന് ഓർമ്മ വെക്കണം. അതുപോലെ ദ്രവണാങ്കം വരുന്നത് -188 ഡിഗ്രി സെൽഷ്യസ്. ഇത് വളരെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുന്നുള്ളൂ. അത് നമുക്ക് ഇനിയിപ്പോൾ അമോണിയ, ക്ലോറിനൊക്കെ വരുമ്പോൾ ഇതുപോലെ ഓർമ്മ വെക്കാനായിട്ടുള്ള ഒന്നുമില്ല, വളരെ കുറച്ച് കാര്യങ്ങളുള്ളൂ. അപ്പോൾ ഇതൊന്നും നിങ്ങളൊന്ന് ഓർമ്മ വെച്ചേക്കണം. അതുപോലെ ബ്യൂട്ടൈൻ്റെ ഉയർന്ന ജ്വലന പരിധി എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ്, 9% കേട്ടോ. 9% ബ്യൂട്ടൈൻ്റെ ഉയർന്ന ജ്വലന പരിധി. ഓക്കെ. ഞാൻ ടിക്കറ്റ് വെക്കുന്നത് നിങ്ങളൊന്ന് ബൈഹാർട്ട് ചെയ്യാനുള്ളതാണ്, സൈഡിൽ ടിക്ക് ചെയ്യുന്നത്. അതുപോലെ അതിൻ്റെ സ്ഫോടനാത്മക പരിധി എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ്, 8.86% ഉയർന്ന സ്ഫോടനാത്മക പരിധി. അപ്പോൾ ഈ ബ്യൂട്ടൈൻ്റെ ഉയർന്ന ജ്വലന പരിധി അത് കഴിഞ്ഞ എക്സാമിന് ഇതിന് മുന്നത്തെ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. 9% വരുന്നത്, അതൊന്ന് ഓർമ്മ വെക്കുക. അതുപോലെ ഇതിന്റെ കുറഞ്ഞ സ്ഫോടനാത്മക പരിധി എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ്, 1.81%. ഇതിന്റെ കുറഞ്ഞ സ്ഫോടനാത്മക പരിധി എന്ന് പറഞ്ഞത് 1.81%. അപ്പൊ ഇവിടെ നമ്മൾ ഉയർന്ന സ്ഫോടനാത്മക പരിധി എന്ന് പറഞ്ഞത് 8.86% എന്ന് കണ്ടു. പക്ഷെ നിങ്ങൾക്ക് എങ്ങനെ പരീക്ഷയ്ക്ക് 9% ആണ് തരുന്നതെങ്കിൽ നിങ്ങൾ ഏത് ഓപ്റ്റ് ചെയ്യണം, 9% തന്നെ ഓപ്റ്റ് ചെയ്യണം. ഓക്കെ. കാരണം 8.86 മുകളിൽ ആണ് വരുന്നത്. അത് റൗണ്ട് ചെയ്ത് റൗണ്ടഡ് ഫിഗർ ആണ്. റൗണ്ടഡ് ഫിഗർ എന്നുള്ള രീതിയിലാണ് 9 വന്നാൽ അത് വരുന്നത്. അപ്പം 9 വന്നാലും നിങ്ങൾ അത് ആൻസർ എഴുതണം. അതുപോലെ കുറഞ്ഞ സ്ഫോടനാത്മക പരിധിയിൽ 1.81% എന്ന് കൊടുത്തിട്ടുണ്ട്. അത് ഇൻ കേസ് 2% എന്ന് പറഞ്ഞാൽ ഏതാണ്, ആ 2% തന്നെയാണ് കറക്റ്റ് കേട്ടോ. അതിലേക്ക് നിങ്ങൾ ആൻസർ ഓപ്റ്റ് ചെയ്യുക. ഓക്കെ. അത് റൗണ്ട് ചെയ്ത് റൗണ്ടഡ് ഫിഗർ ആയിട്ട് വരുന്നതേ ഉള്ളൂ. കാരണം ഈ ഒരു ഇതാണെങ്കിൽ ചെറിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേരി ചെയ്യാം, ചെറിയൊരു വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരാം. ആ കാര്യം ഒന്ന് ഓർമ്മയിൽ വെച്ചേക്കുക. അപ്പൊ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു PYQ നമുക്ക് നോക്കാം. ആ ഒരു PYQ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ കാണുന്നത്. എന്താണ്, നമ്മൾ നേരത്തെ കണ്ടിരുന്ന അതേ ചോദ്യം തന്നെ അല്ലേ. നമ്മൾ നേരത്തെ കണ്ടതാണ് ബ്യൂട്ടൈൻ്റെ ഉയർന്ന ജ്വലന പരിധി എത്ര ശതമാനമാണ്. നമ്മൾ 9 നമ്മളവിടെ കണ്ടിരുന്നു, 9%. നമുക്ക് ഡയറക്റ്റ്ലി നമ്മൾ ആ വാല്യൂ കാണാതെ പഠിക്കണം. വളരെ കുറച്ച് വാല്യൂ ഉള്ളൂ, 4 വാല്യൂ ഉള്ളൂ. നിങ്ങളൊന്ന് ഓർമ്മയിൽ ഒന്ന് കാണാതെ പഠിക്കാൻ നല്ലതായിരിക്കും. ബ്യൂട്ടൈന് ഉയർന്ന ജ്വലനപരിധി എത്ര ശതമാനമാണെന്ന് ചോദിച്ചാൽ എത്രയാണ്, 9% വരുന്നത്. ഓക്കെ. എൻ്റെ ഉത്തരം വരുന്നത് എത്രയാണ്, 9% കേട്ടോ. 9% ഉത്തരം വരുന്നത്. ഇത് 2024 ചോദിച്ച ചോദ്യമാണ്, വളരെ അടുത്ത ചോദിച്ച ചോദ്യമാണ്. ഇനി ആ ചോദ്യം നമുക്ക് ആവർത്തിക്കാൻ പ്രതീക്ഷിക്കാം. ഇനി അടുത്താണ് LPGയുടെ ലോവർ എക്സ്പ്ലോസീവ് ലിമിറ്റ് എത്ര. LPGയുടെ ലോവർ എക്സ്പ്ലോസീവ് ലിമിറ്റ് എത്ര. ഇവിടെ നമ്മൾ പഠിച്ച നമ്പർ എത്രയായിരുന്നു, 1.81% നമ്മളിവിടെ പഠിച്ചത്. എത്രയാണ് ഉത്തരം വന്നിരിക്കുന്നത്, ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ 10%, 2%, 28%, 40%. അപ്പം 2% അത് റൗണ്ടഡ് ഫിഗർ ആയിട്ട് വരുന്നതാണ്. 2% അതിന്റെ ഉത്തരവായിട്ട് വരുന്നത്. 2023 ചോദിച്ച ചോദ്യമാണ്. അപ്പൊ അതിന്റെ ഉത്തരം
2% കേട്ടോ വരുന്നത്. അപ്പൊ നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഗാർഹിക പാചകവാതക സിലിണ്ടറിൽ നിന്ന് LPG ലീക്ക് ആയാൽ ആയത് ഗന്ധം കൊണ്ട് തിരിച്ചറിയുന്നതിന് LPGയോടൊപ്പം ചേർക്കുന്ന രാസപദാർത്ഥം അതേതാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു ഈഥൈൽ മെർക്യാപ്റ്റൻ നമ്മൾ പറഞ്ഞു അല്ല, നമ്മൾ എന്താണ് നേരത്തെ പറഞ്ഞത്? LPGക്ക് എന്തില്ലാന്ന് നമ്മൾ പറഞ്ഞു, LPGക്ക് ഗന്ധമില്ലാന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ എന്താണ് LPGക്ക് നിറങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ നമ്മൾ അതിന് ആഡ് ചെയ്യുന്ന എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്? അത് ഈഥൈൽ മെർക്യാപ്റ്റൻ ആണ് കേട്ടോ. ഈഥൈൽ മെർക്യാപ്റ്റൻ ആണ് നമ്മൾ അതിൽ ചേർക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ വേറൊരു പേരും കൂടെ അതിൻ്റെ കൂടെ കാണുന്നുണ്ട്. ഈ ഈഥൈൽ മെർക്യാപ്റ്റൻ്റെ കൂടെ തന്നെ നമ്മൾ അതിന്റെ വേറൊരു പേര് കൂടെ കാണുന്നുണ്ട്. അത് ഏതാണ്? എത്തനെത്തിയോൾ എന്ന് കേട്ടോ. എത്തനെത്തിയോൾ എന്നൊരു പേര് കൂടെ കാണുന്നുണ്ട്. ഓക്കെ, എത്തനെത്തിയോൾ എന്ന് മാത്രമായിട്ട് ചോദിക്കേണ്ട സാധ്യതയില്ല. അത് വന്നാൽ എന്തായാലും ബ്രാക്കറ്റിൽ ഇങ്ങനെ ഒരു നെയിം തരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ എത്തനെത്തിയോളിന് മാത്രമായിട്ട് ചോദിക്കാൻ സാധ്യതയില്ല. ചോദിക്കുമ്പോൾ ഈഥൈൽ മെർക്യാപ്റ്റൻ കൂടെ തരാൻ സാധ്യതയുണ്ട്. പക്ഷെ എത്തനെത്തിയോൾ എന്ന് മാത്രം ചോദിച്ചാലും നിങ്ങൾക്ക് തെറ്റരുത്. ഈഥൈൽ മെർക്യാപ്റ്റനും പറയുന്ന വേറൊരു പേരാണ് എന്താണ്? എത്തനെത്തിയോൾ എന്നത്. ഓക്കെ, അപ്പം ആ ഒരു പേര് കൂടെ നിങ്ങൾക്ക് ഓർമ്മയിൽ ഉണ്ടാവണം. അതുപോലെ തന്നെ ഇതിന് വേറൊരു പേര് കൂടി പറയും, തിയോ എത്തനോൾ എന്നൊരു പേര് കൂടെ പറയും. അതുപോലെ ഈഥൈൽ ഹൈഡ്രോസൾഫൈഡ് എന്നൊരു പേരും കൂടെ പറയും. അതുകൊണ്ട് ഞാൻ മാർക്ക് ചെയ്യാം. അപ്പം തിയോ എത്തനോൾ എന്നൊരു പേര് നിങ്ങൾ ഓർമ്മയിൽ ഉണ്ടാവണം. അതും എത്തനെത്തിയോൾ എന്ന് പറഞ്ഞാലും തിയോ എത്തനോൾ എന്ന് പറഞ്ഞാലും എന്താണ്? അത് ഈഥൈൽ മെർക്യാപ്റ്റൻ തന്നെയാണ്. അതുപോലെ തന്നെ ഈഥൈൽ ഹൈഡ്രോസൾഫൈഡ് എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്? ഈഥൈൽ മെർക്യാപ്റ്റൻ തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പം ഈഥൈൽ ഹൈഡ്രോസൾഫൈഡ് എന്ന് പറഞ്ഞാലും അതുപോലെ തിയോ എത്തനോൾ എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്? ഈ പറയുന്ന ഈഥൈൽ മെർക്യാപ്റ്റൻ ആണ് എന്നൊരു കാര്യം നിങ്ങൾക്ക് ഓർമ്മ വേണം. അതുപോലെ എത്തനെത്തിയോൾ എന്ന് പറഞ്ഞാലും ഇത് തന്നെയാണ്. ഇത് നിങ്ങൾ കാണാതെ പഠിക്കേണ്ടത്, നിങ്ങളൊന്ന് ഓർമ്മ വെച്ചാൽ നിങ്ങൾക്ക് അവിടെ ഇരിക്കും. ഇത് തിയോ എന്ന് വെച്ച് ഓർത്താൽ മതി. തിയോ എന്ന് വെച്ചാൽ ഗോഡ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഗോഡിനൊക്കെ തിയോ എന്നുള്ളൊരു നെയിം പറയുന്നതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം അത് വേണമെങ്കിൽ ആ ഒരു രീതിയിൽ കണക്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പം നമ്മൾ നോക്കി ഉത്തരം കറക്റ്റ് ആണ്. എത്തനെത്തിയോൾ അഥവാ ഈഥൈൽ മെർക്യാപ്റ്റൻ ആണ് അതിന്റെ ഒരു പേര് വരുന്നത്. അപ്പം ഇത് തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഇനി അതിന്റെ ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാം. നിങ്ങൾക്ക് അറിയാം ഇത് റിപ്പീറ്റ് ചെയ്ത് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പൊ അടുത്ത ഒരു നോക്കിയതാണ്, LPGയിലേക്ക് മണത്തിലൂടെ തിരിച്ചറിയുന്നതിനായി LPGയിൽ ചേർക്കുന്ന രാസവസ്തു ഏതാണ്? 2024 ചോദിച്ച ചോദ്യമാണ്. അതേതാണ്? ഈഥൈൽ മെർക്യാപ്റ്റൻ ആണ്. ബാക്കി എല്ലായിടത്തും ഈഥൈൽ മെർക്യാപ്റ്റൻ ആണ്. മോസ്റ്റ്ലി ഇത് തന്നെയാണ് ചോദിക്കാൻ സാധ്യത കേട്ടോ. വേറെ പേരുകളൊന്നും ചോദിക്കാൻ സാധ്യതയില്ല. ഈഥൈൽ മെർക്യാപ്റ്റൻ തന്നെയാണ് ചോദിക്കാൻ സാധ്യത. ഇനി 2022 ചോദിച്ച ചോദ്യമാണ്. ഇത് മെയിൻസ് എടുക്കുന്ന ടൈമിൽ വന്നൊരു ചോദ്യമാണ്. മെയിൻസിൽ ആ ടൈമിൽ മെയിൻസ് ഉണ്ടായിരുന്ന ടൈമിൽ വന്നതാണ്. ആ ടൈമിൽ വന്നൊരു ചോദ്യമാണ്. LPG ഇന്ധനത്തിൽ മണം തിരിച്ചറിയുന്നതിന് ചേർക്കുന്ന രാസവസ്തുവിന്റെ പേരെന്ത്? നമുക്കറിയാം, നമ്മൾ ഇത്രയും പ്രാക്ടീസ് ചെയ്ത സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പൊ ഇത്രയും തവണ ചോദിച്ചുകൊണ്ട് തന്നെ ഇനിയും വരുന്ന എക്സാം നമുക്ക് ഈ ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ 23 വന്ന വേറൊരു ചോദ്യമാണ്, LPG ലീക്ക് തിരിച്ചറിയാനായി ഗന്ധം നൽകുന്നതിന് LPGയിൽ ചേർക്കുന്ന രാസവസ്തു ഏതാണ്? ഈഥൈൽ മെർക്യാപ്റ്റൻ. അപ്പം നമുക്കിനി അടുത്ത നോക്കാനാണ് അമോണിയ എന്നത്. ഓക്കെ, അമോണിയ നമുക്ക് ഇത്രയും ഒന്നും പഠിക്കാനില്ല. കുറച്ചും കൂടെ ഒന്ന് നമുക്ക് ബ്രീഫ് ചെയ്ത് നമുക്ക് പഠിക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം നമുക്കത് ഒരു ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമല്ല എന്നൊരു കാര്യം കൂടെ ഒന്ന് ഓർക്കുക. അപ്പം അമോണിയയുടെ ഒരു നെയിം എന്ന് നമ്മൾ പറഞ്ഞ എന്താണ്? അൻഹൈഡ്രസ് അമോണിയ എന്നാണ്. അൻഹൈഡ്രസ് എന്ന് പറയാനുള്ള കാരണം വേറൊന്നുമില്ല, വെള്ളമില്ലാത്ത അമോണിയ എന്നാണ്. അതായത് പ്യൂർ ആയിട്ടൊരു അമോണിയ സബ്സ്റ്റൻസിനെയാണ് അൻഹൈഡ്രസ് അമോണിയ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ വീട്ടിലും നമ്മൾ അമോണിയ യൂസ് ചെയ്യാറുണ്ടല്ലേ? യൂസ് ചെയ്യുന്ന അറിയാവോ നിങ്ങൾക്ക്? നിങ്ങൾ ഈ തറ ഉടയ്ക്കാനും പാത്രം കഴുകാനും ഒക്കെ എടുക്കുന്നതിനകത്ത്, പാത്രമല്ല തറ ഉടയ്ക്കാനും അതുപോലെ ബാത്റൂം ഒക്കെ കഴുകാൻ ഉപയോഗിക്കുന്ന ആ ഒരു ലോഷൻസിനകത്ത് എന്തുണ്ടാവും? അമോണിയയുടെ ഒരു കണ്ടന്റ് ഉണ്ടാവും. അത് ഡയലൂട്ടഡ് ആണ്. അതിൽ വാട്ടർ ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു അത്യാവശ്യം സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു ഫോമാണ്. നമ്മുടെ ഉള്ളിൽ പോകാതിരുന്നാൽ മതി. കയ്യെ പറ്റിയോണ്ടൊന്നും അങ്ങനെ വലിയ പ്രശ്നം വരുന്ന ഒരു സാധനമല്ല. ഓക്കെ, അപ്പം ഇത് വരുന്നത് പ്യൂർ ആയിട്ടുള്ളതാണ്. അതുപോലെ അൻഹൈഡ്രസ് അമോണിയ എന്നാണ് ഇതിന് പറഞ്ഞത്. അൻഹൈഡ്രസ് എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ നോ വാട്ടർ എന്നുള്ളൊരു ഇതാണ് വരുന്നത്. അതായത് പ്യൂർ ആയിട്ടുള്ള അമോണിയ എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ഹസാർഡസ് കെമിക്കൽ കോഡ് എത്രയാണ്? നമ്മൾ നേരത്തെ ഗ്യാസിനെ കണ്ടു. നമ്മളിങ്ങനെ ഒരു കുറച്ച് ഹസാർഡസ് കെമിക്കൽ കോഡ് കൂടെ നമുക്ക് നോക്കി പോവാം. അപ്പം 2RE ആണ് വരുന്നത്. അപ്പൊ 6 വരുമ്പോൾ എന്താണ്? 6 വരുമ്പോൾ അത് ഒരു വയലന്റ് ആവുന്നൊരു ഘടകമല്ല. നിങ്ങൾ അയ്യോ എനിക്കത് ഓർമ്മയില്ലല്ലോ ഒന്നും ചിന്തിക്കേണ്ട, ഞാനീ പറഞ്ഞ് നിങ്ങൾ കേട്ടു വെച്ചാൽ മതി. ഇങ്ങനെ ഒരുപാട് കുഴപ്പിക്കുന്ന കാര്യങ്ങളൊന്നും വരത്തില്ല. പിന്നെ അമോണിയ ക്ലോറിൻ നമ്മൾ പഠിക്കുന്നുണ്ട്. ആ ഒപ്പം തന്നെ നമുക്ക് ഇതിന്റെ ഹസാർഡസ് കെമിക്കൽ കോഡ് നോക്കിപ്പോകും. പിന്നെ നേരത്തെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് ഹസാർഡസ് കെമിക്കൽ കോഡ് പ്രത്യേകം നിങ്ങളോട് പറഞ്ഞിരുന്നു അല്ല, ഡീസലിലൊക്കെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കത് PDF ഗ്രൂപ്പിലുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ഗ്രൂപ്പിന്റെ ആ ഒരു PDF കിട്ടുന്നതിന് ലിങ്ക് ഉണ്ട്. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. PDF ഡൗൺലോഡ് ചെയ്യാം. അതിൽ PDF ഇത് കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത് നോക്കി നിങ്ങൾ ആ ഒരു തന്നിട്ടുള്ള കുറച്ച് കാര്യം മാത്രം നിങ്ങളും തൽക്കാലം പഠിച്ചാൽ മതി. ഓക്കെ,
അപ്പം ആർ എന്ന് പറയുമ്പോൾ എന്താണ്, ആർ എന്ന് പറയുമ്പോൾ അതൊരു വയലന്റ് ആവുന്നതല്ല കേട്ടോ, അത് വയലന്റ് ആവുന്നതല്ല. അതുപോലെ തന്നെ എന്താണ്, അതിന് ഫുൾ ബോഡി അപ്പാരറ്റസ് നമ്മൾ യൂസ് ചെയ്യണം. അത് ഫുൾ എന്നൊരു എഴുതിയിട്ടുണ്ടാവും, നമ്മുടെ ഷീറ്റിലെല്ലാം ഉണ്ട്, നോക്കിയാൽ മതി, PDF ഉണ്ട് കഴിഞ്ഞ ക്ലാസ്സിന്റെ. അപ്പോൾ ഫുൾ എന്ന് വെച്ചാൽ എന്താണ്, ഫുൾ PPE കിറ്റ് ഉപയോഗിക്കുക, അതുപോലെ ബ്രീത്തിങ് അപ്പാരറ്റസ് കറക്റ്റ് ആയിട്ട് വെയർ ചെയ്യുക, ഇതാണ് ഫുൾ എന്ന് പറയുന്നതിൽ വരുന്നത്. അതുപോലെ തന്നെ ഇതെന്താണ്, ഇത് ഡൈല്യൂട്ട് ചെയ്യുവാണോ കണ്ടെയ്ൻ ചെയ്യുവാണോ എന്നോർത്ത് നോക്കിയേ. PRST നമ്മൾ ആദ്യത്തെ ഒരു ഇത് പറഞ്ഞിരുന്നു, PRST ആദ്യത്തെ വരുന്ന ഏതാണ്, അത് ഡൈല്യൂട്ട് ചെയ്യുന്നതാണ് കേട്ടോ. ഡൈല്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും, അതിന്റെ ഒരു ഈ ഒരു സ്പ്രെഡ് കാര്യങ്ങളൊക്കെ കുറയ്ക്കും. നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മൾ ഡൈല്യൂട്ട് ചെയ്തിട്ടുള്ള ഫോമിലാണ് നമുക്കത് കണ്ടെയ്ൻ ചെയ്ത് നമുക്ക് വീട്ടിലേക്ക് കിട്ടുന്നത് അല്ലേ. നമുക്ക് ഇപ്പൊ തറ ഉടയ്ക്കാനോ അല്ലെങ്കിൽ ബാത്റൂം കഴുകാനൊക്കെ കിട്ടുന്ന ലായനിയിൽ എങ്ങനെയാണ് വരുന്നത്, ആ ഒരു രീതി ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പം അത് ഡൈല്യൂട്ട് ചെയ്യുന്ന ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർത്താൽ മതി. അപ്പം RE ആണ്. E എന്താണ്, E എന്ന് വെച്ചാൽ എന്താണ്, E എന്ന് വെച്ചാൽ ഇവാക്വേഷൻ കേട്ടോ. E എന്ന് വെച്ചാൽ ഇവാക്വേഷൻ അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർമ്മ വെച്ചാൽ മതി, 2RE ആണ് എന്നൊന്ന് നിങ്ങൾ ഓർമ്മ വെച്ചാൽ മതി. അതുപോലെ ഇതിന്റെ വേപ്പർ ഡെൻസിറ്റി എത്രയാണ് വരുന്നത്, വേപ്പർ ഡെൻസിറ്റി വരുന്നത് 0.73 kg/m3 എന്റെ വേപ്പർ ഡെൻസിറ്റി വരുന്നത്. അതുപോലെ ജലത്തിൽ നന്നായി ലയിക്കും. നമുക്ക് ചിന്തിക്കേണ്ട പോലും കാര്യമില്ല, കാരണം നമ്മൾ എന്താ വീട്ടിൽ തറ ഉടയ്ക്കാനോ അല്ലെങ്കിൽ ബാത്റൂം കഴുകാനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ്, ജലത്തിൽ ലയിക്കുമെന്ന് നമുക്കറിയാം. സോ ജലത്തിൽ നന്നായി ലയിക്കുന്നു എന്നൊരു സ്റ്റേറ്റ്മെന്റ് വന്നാൽ നിങ്ങളവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല, അത് ശരിയാണ്. അതുപോലെ ഇതിന്റെ അമോണിയയുടെ നിറം എന്താണെന്ന് ചോദിച്ചാൽ നിറമില്ലാത്തൊരു വാതകമാണെന്ന് ഓർക്കുക, നിറമില്ലാത്തൊരു വാതകമാണെന്ന് ഓർക്കുക. അതുപോലെ ഇതിന്റെ ഗന്ധം ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗന്ധമായിരിക്കും, രൂക്ഷഗന്ധം എന്നൊക്കെ പറഞ്ഞ ഒരു ടൈപ്പ് ഓഫ് ഗന്ധമാണ്. അതുപോലെ ഇതെന്താണ്, ക്ഷാരസ്വഭാവമുള്ള ഏക വാതകമാണ് അമോണിയ. ക്ഷാരസ്വഭാവമുള്ള ഏക വാതകമാണ് അമോണിയ എന്ന് പറയുക, കാരണം എന്താ, അതിന്റെ അസിഡിക് നേച്ചറിനെയൊക്കെ ഇത് ഇല്ലാതാക്കാൻ പറ്റും. അപ്പോൾ ക്ഷാരസ്വഭാവമുള്ള, അതായത് ബേസിക് നേച്ചറാണിത് എന്നൊരു കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അപ്പം അമോണിയ ക്ഷാരസ്വഭാവമുള്ള ഏക വാതകമാണ്. ഓക്കെ, അപ്പം അത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർമ്മയിൽ വെച്ചാൽ മതി. ഓക്കെ, വളരെ സിമ്പിൾ ആണ്, നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റില്ല, അധികം ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. പിന്നെ ആകെ നമ്മൾ ഇതിനകത്ത് ഹസാർഡസ് കെമിക്കൽ കോഡും ആ വേപ്പർ ഡെൻസിറ്റി ഒന്ന് ഓർമ്മ വെച്ചാൽ മതി, ബാക്കി നിങ്ങൾക്ക് തന്നെ വന്നോളും. അടുത്താണ് നമ്മൾ നോക്കാൻ പോണേ ക്ലോറിന്റെ ഫോർമുല വരുന്ന Cl2 ആണ് കേട്ടോ. ക്ലോറിന്റെ ഫോർമുല വരുന്ന Cl2 ആണ്. മറ്റേത് ഏതായിരുന്നു, മറ്റേ NH3 കേട്ടോ, മറ്റേത് NH3 ആയിരുന്നു വരുന്നത്. അമോണിയ വരുന്ന NH3 ആണ്, ഇത് Cl2 ആണ് ഇത് വരുന്നത്. ഓക്കെ, അപ്പൊ ക്ലോറിൻ, അതിന്റെ നെയിം ക്ലോറിൻ ആണ്. അതെന്താണ്, ശക്തമായ ഓക്സിഡൈസിങ് ഏജന്റ് ആണ്, ശക്തമായ ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. നമ്മൾ ഫയർ ട്രയാങ്കിൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു അല്ലേ, തീ കത്താൻ എന്ത് വേണം, തീ കത്താൻ ഫ്യൂവൽ വേണം, അതുപോലെ ഹീറ്റ് വേണം, അതുപോലെ എന്ത് വേണം, ഓക്സിജൻ വേണം നമ്മൾ പറഞ്ഞു. ഓക്സിജൻ ഇല്ലെങ്കിൽ എന്ത് വേണം നമ്മൾ പറഞ്ഞു, ഒരു ഓക്സിഡൈസിങ് ഏജന്റ് ആയാലും മതി. കാരണം എന്താ, ആ ഒരു പ്രോപ്പർട്ടി കിട്ടുമ്പോൾ ഫയർ നടക്കും. ഓക്കെ, അപ്പൊ ഈ ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് വരുമ്പോൾ അതിന്റെ ഒരു വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് സ്കിന്നിലൊക്കെ കുറച്ച് പ്രോബ്ലങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ഈ ഓക്സിഡൈസിങ് ഏജന്റ് ആകുമ്പോൾ അത് കൊറോസീവ് ആണെന്നൊക്കെ നമ്മൾ പറയാം, അത് നിങ്ങൾ ഇത്രയും ഇതാവണ്ട. എന്താണ്, ഇത് മേത്ത് വീണാൽ എന്ത് സംഭവിക്കും, മേത്ത് വീണാല് നമ്മുടെ ഒരു തൊലിപ്പുറത്തുള്ള ആ ഒരു ദ്രാവകമോ അല്ലെങ്കിൽ തൊലിക്കകത്തുള്ള വെള്ളമോ അല്ലെങ്കിൽ ഒരു സെബം എന്ന് പറഞ്ഞ ഒരു ഓയിലൊക്കെ വലിച്ചെടുത്തിട്ട് അവിടെ ഇത് ഒരു ചെറിയൊരു ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഒരു സാധ്യതയുണ്ട്. അപ്പൊ ആ ഒരു പ്രശ്നങ്ങൾ ഇത് കൊണ്ടുവരും, അത് ശക്തമായ ഓക്സിഡൈസിങ് ഏജന്റ് ആയതുകൊണ്ടാണ്. അതുപോലെ ഇതിന് അറിയപ്പെടുന്ന വേറൊരു പേരെന്ന് വെച്ചാൽ എന്താണ്, ഒന്ന് ഡൈആറ്റമിക് ക്ലോറിൻ, അതുപോലെ ഡൈക്ലോറിൻ, മോളിക്കുലാർ ക്ലോറിൻ എന്നൊക്കെ ഇത് അറിയപ്പെടുന്ന ഒരു കാര്യം ഓർക്കുക. അതുപോലെ ഇതും വെള്ളത്തിൽ ലയിക്കുന്നതാണ്. ക്ലോറിനും എന്താണ്, വെള്ളത്തിൽ ലയിക്കുന്നതാണ്. നമുക്കറിയാം നമ്മുടെ വീട്ടിൽ ഇപ്പം മഴ പെയ്യുന്ന സമയമൊക്കെ ആകുമ്പോൾ എന്തുവരും, പഞ്ചായത്തിൽ നിന്ന് ആൾക്കാർ വരും, ആൾക്കാർ വേണ്ടി തരുന്നുണ്ട് ക്ലോറിൻ പൊടിയായിരിക്കും തരുന്നത് അല്ലേ. ഇതിന് വേറൊരു ഫോമിലാക്കിയതാണ്, ക്ലോറിൻ പൊടി നമുക്ക് തരും. ഇത് നമ്മൾ എന്തിന് ഉപയോഗിക്കും, ഇത് നമ്മൾ വെള്ളത്തിൽ ഇടുകയൊക്കെ ചെയ്യും. കാരണം എന്താണ്, അവിടെ വെള്ളം ശുദ്ധമായിട്ടിരിക്കാനൊക്കെ വേണ്ടിയിട്ട് വളരെ ചെറിയൊരു എമൗണ്ടിൽ ഇട്ടാൽ മതി. ഒരുപാട് എമൗണ്ടിൽ ഇട്ടാൽ അതും ഹെൽത്തിന് ഇഷ്യൂസ് ഉണ്ടാക്കും. സോ അതൊക്കെ വളരെ ചെറിയ എമൗണ്ടിൽ മാത്രം ഉപയോഗിക്കുക. നമുക്ക് തോന്നും ഇട്ട് കഴിയുമ്പോൾ ഇതൊന്നും ആയില്ലെന്ന്, കുറച്ച് എമൗണ്ട് ഇട്ട് തന്നെ അത് വലിയ രീതിയിൽ ഒരു എഫക്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവരും. അപ്പൊ ഇത് വെള്ളത്തിൽ ലയിക്കുന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ എന്താണ്, ഗന്ധം രൂക്ഷമായ ഗന്ധമാണ്. തുറക്കുമ്പോൾ തന്നെ ചിലർക്കൊക്കെ ഇത് തലവേദന എടുക്കുന്ന ഒരു ഗന്ധമാണ്, ചിലർക്കൊന്നും ഇത് പിടിക്കത്തില്ല. ഈ ഒരു ക്ലോറിന്റെ ഒരു പൊടിയായിട്ട് കൊണ്ടുവരുന്നെങ്കിൽ പോലും ആ ഒരു ഗന്ധമൊന്നും എല്ലാവർക്കും അങ്ങനെ പിടിക്കത്തില്ല. അപ്പൊ അതൊരു രൂക്ഷ ഗന്ധമാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതുപോലെ ക്ലോറിന്റെ നിറം, ക്ലോറിൻ എന്ന് പറഞ്ഞാൽ ഇതൊരു വാതകമായിട്ട് വരുന്ന ക്ലോറിനെയാണ് കേട്ടോ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് പച്ച കലർന്ന മഞ്ഞ നിറമുള്ള വാതകം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പച്ച കലർന്ന മഞ്ഞ നിറമുള്ള വാതകമായിട്ടാണ്. പൊടിയായിട്ട് വരുമ്പോൾ നമുക്കത് വെള്ളപ്പൊടിയാണ് കിട്ടുന്നത്. പക്ഷെ ഇത് ഒരു വാതകം എന്നുള്ള രീതി വരുമ്പോൾ എന്താണ്, പച്ച കലർന്ന മഞ്ഞ നിറമുള്ള വാതകമാണ് ക്ലോറിൻ. അപ്പൊ ക്ലോറിന്റെ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ക്ലോറിന്റെ ഹസാർഡസ് കെമിക്കൽ കോഡ് എന്താണ്, ക്ലോറിന്റെ ഹസാർഡസ് കെമിക്കൽ കോഡ് എന്താണ്, 2xe ആണ് കേട്ടോ. ക്ലോറിന്റെ ഹസാർഡസ് കെമിക്കൽ കോഡ് വരുന്നത് 2xe ആണ്. ഓക്കെ, എക്സ് വരുമ്പോഴും എന്താണ് പറഞ്ഞത്, അത് വയലന്റ് അല്ല. അതുപോലെ എന്താണ്, ഫുൾ ബോഡി അപ്പാരറ്റസ്
ഉപയോഗിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതിന്റെ ഒരു ചോർച്ച കാര്യങ്ങളുണ്ടെങ്കിൽ ഫുൾ ബോഡി അപ്പാറ്റസ് ഉപയോഗിക്കണം. അതുപോലെ ഇത് എന്ത് ചെയ്യുന്ന പറഞ്ഞത്, ഇത് കണ്ടെയ്ൻ ചെയ്യണം എന്നാണ് പറഞ്ഞത്. ഇത് സ്പ്രെഡ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യണം എന്നതാണ് പറയുന്നത്. ഓക്കെ, സ്പ്രെഡ് ചെയ്താൽ ഒരു വീര്യം കൂടിയ ക്ലോറിൻ സ്പ്രെഡ് ചെയ്താൽ ഒരുപാട് ഇക്കോളജിക്കൽ ഇഷ്യൂസും അതുപോലെ അക്വാട്ടിക് ലൈഫിനുള്ള ഇഷ്യൂസും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കും. അതുപോലെ ഹ്യൂമനും ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാക്കും. അത് റെസ്പിറേറ്ററി ഇഷ്യൂസ് ഉണ്ടാക്കും. അതുപോലെ ഇപ്പോൾ ഓക്സിഡൈസിങ് ഏജന്റ് ആയതുകൊണ്ട് ആ ഒരു പൊള്ളൽ എന്ന രീതിയിൽ അല്ലെങ്കിൽ കൂടി ഒരു വളരെ ശക്തമായ ഒരു ഇറിറ്റേഷൻസും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ടാക്കും. ഇപ്പം എക്സ് ആണ് വരുന്നത്. എക്സ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് വരുന്നത്, അത് വയലന്റ് അല്ല. അതുപോലെ ഫുൾ ബോഡി അപ്പാറ്റസ് ഉപയോഗിക്കുന്നതാണ്. അപ്പം നമ്മൾ നേരത്തെ ആദ്യം എന്ത് പറഞ്ഞു, PRST പറഞ്ഞു അല്ലെ. PRSTയിൽ എന്തായിരുന്നു പറഞ്ഞിരുന്നത്, PRSTയിൽ പറഞ്ഞിരുന്നത് എന്താണ്, അതിനെ ഡയല്യൂട്ട് ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷനാണ് തന്നിരുന്നത്. ഡയല്യൂട്ട് എന്നൊരു ഓപ്ഷനാണ് തന്നിരുന്നത്. പക്ഷെ ഇവിടെ എന്താണ് വരുന്നത്, WXYZ വരുമ്പം അതിനെ കണ്ടെയ്ൻ ചെയ്യാന്നൊരു ഓപ്ഷനാണ് വരുന്നത് കേട്ടോ. കണ്ടെയ്ൻ ചെയ്യാന്നൊരു ഓപ്ഷനാണ് വരുന്നത്. ഓക്കെ, അതൊന്നും നിങ്ങൾ ഓർമ്മ വെച്ചാൽ നിങ്ങൾക്ക് പല ആൻസേഴ്സ് ഇത്രയും നിങ്ങൾ ബൈഹാർട്ട് ആയിട്ട് ഒന്നും ചെയ്യണ്ട കേട്ടോ. ബൈഹാർട്ട് ആയിട്ട് ഒന്നും ചെയ്യണ്ട. നിങ്ങളോട് ആകെ ചോദിക്കുക, ഇപ്പം ആകെ ചോദിച്ചാൽ പോലും ചോദിക്കാന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ഇത് തന്നിട്ട് അതിന്റെ ഇപ്പം പൊതുവെ LPG തന്നെ ആയിരിക്കും വരുന്നത്. LPG തന്നിട്ട് അതിന്റെ ഹാസ്കൺ കോഡ് ആയിരിക്കും ചോദിക്കുന്നത്. ഇനിയിപ്പോൾ ഇൻ കേസ് കുറച്ചും കൂടി ഒന്ന് കടുപ്പിക്കണമെന്ന് ചിലപ്പോൾ അമോണിയോ, ചിലപ്പോൾ ക്ലോറിനോ, ചിലപ്പോൾ കെറോസിനോ ഒക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അല്ലെങ്കിൽ ചിലപ്പം ചോദിക്കുന്നത് ഡീസൽ ആയിരിക്കും. ഇപ്പോൾ ഈ കെറോസിൻ ഡീസലും ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടാൽ മതി, അതിലുണ്ട്, അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അതിന്റെ PDF ഗ്രൂപ്പിലുണ്ട്, നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മളിപ്പം കെമിസ്ട്രി ഓഫ് ഹീറ്റ് ആൻഡ് കമ്പസ്റ്റൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഫയർ എക്സ്റ്റൻഷൻ കാര്യങ്ങളിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ അതിന്റെ ഫസ്റ്റ് വൺ ആയിട്ടുള്ള മെത്തേഡ്സ് ഓഫ് ഫയർ എക്സ്റ്റൻഷൻ ആണ് നമ്മളിവിടെ നോക്കുന്നത്. മെത്തേഡ്സ് ഓഫ് ഫയർ എക്സ്റ്റൻഷൻ ആണ്. അതിന്റെ ഒന്നാമത്താണ് എന്ത്, കൂളിംഗ്. നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം. കൂളിംഗ്, സ്റ്റാർവേഷൻ. കൂളിംഗ് എന്ന് വെച്ചാൽ തണുപ്പിക്കൽ, സ്റ്റാർവേഷൻ ഇന്ധനം നീക്കം ചെയ്യൽ, സ്മോദറിംഗ് അല്ലെങ്കിൽ ബ്ലാങ്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, വായുവിനെ നീക്കം ചെയ്യുക എന്നുള്ളതാണ് വരുന്നത്. അതുപോലെ ബ്രേക്ക് ദ ചെയിൻ എന്ന് വെച്ചാൽ ചെയിൻ റിയാക്ഷൻ തടസ്സപ്പെടുത്തുക. ബ്രേക്ക് ദ ചെയിൻ റിയാക്ഷൻ തടസ്സപ്പെടുത്തുക എന്നുള്ള ഈ ഒരു 4 കാര്യങ്ങളാണ് വരുന്നത്. വളരെ സിമ്പിൾ ആണ് ഇത്. നിങ്ങളിപ്പം ഈ പഠിച്ച ഈ ഒരു ഇത്രയും ഡിഫിക്കൽട്ടി ഒന്നും വരുന്നില്ല. അല്ലെങ്കിൽ ആ ഒരു കാരണം ഈ പലരും നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പൊ കൂളിംഗ് നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യമാണ്. അതുപോലെ സ്റ്റാർവേഷൻ നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യമാണ്. സ്മോദറിംഗ് നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങൾ ചിലപ്പോൾ സ്കൂളിൽ ഫയർഫോഴ്സ് ഒക്കെ വന്നിട്ട് ആ ഒരു ഗ്യാസിന്റെ ആ ഒരു തീപിടുത്തം എങ്ങനെ അവോയ്ഡ് ചെയ്യാം, അല്ലെങ്കിൽ തീ പിടിച്ച എങ്ങനെ അതിൽ ആ ഒരു തീ ഇല്ലാതാക്കാം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഇപ്പോൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾ ആ ഒരു എക്സ്പെരിമെന്റ് കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ TV യിലാണെങ്കിലും അല്ലെങ്കിൽ യൂട്യൂബിലാണെങ്കിലും നിങ്ങളിത് കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഇത് ഒരുപാട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കത്തില്ല. നമുക്കിത് വളരെ എളുപ്പം തന്നെ നോക്കാം. അപ്പം നമ്മൾ ആദ്യം നോക്കുന്നതാണ് എന്ത്, കൂളിംഗ് അഥവാ തണുപ്പിക്കല്. നിങ്ങൾ ചെയ്തിട്ടില്ലേ? ഇപ്പം നിങ്ങൾ വീട്ടിൽ വേസ്റ്റിന് തീ ഇടുന്നു. വേസ്റ്റിന് തീ ഇടുമ്പോൾ എന്ത് ചെയ്യും, കുറച്ച് കഴിയുമ്പം ഇതങ്ങ് തീ അങ്ങ് പടർന്നു പോകുന്ന കാണാം ചിലപ്പോൾ അല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ഒരു ബക്കറ്റ് വെള്ളം എടുത്തുകൊണ്ടൊന്ന് ഓടി വന്ന് ഒഴിക്കും, തീ കെടുത്തും. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, ഇവിടെ സംഭവിക്കുന്നതാണ് കൂളിംഗ് എന്നൊരു കാര്യമാണ്. അതായത് ഈ ഒരു തീ പടരാൻ കാരണം എന്താണ്, അവിടെ ഹീറ്റ് ഉള്ളതുകൊണ്ടും ആ ഹീറ്റ് ട്രാൻസ്ഫർ ആവുന്നതുകൊണ്ടും ഒക്കെയാണ്. ഇത് ചെറിയ രീതിയിൽ ആണ് ഇത് പടരുന്നത്. അപ്പൊ അതുകൊണ്ടൊക്കെ അവിടെ എന്ത് സംഭവിക്കും, അവിടെ നിങ്ങൾക്ക് കൂളിംഗ് എന്നൊരു പ്രോസസ്സ് നിങ്ങൾക്ക് ഉപയോഗിച്ച് അവിടെ ഈ ഒരു തീപിടുത്തം ശമിപ്പിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ കൂളിംഗ് നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യമാണ്. കത്തുന്ന വസ്തുവിന്റെ താപനില അതിന്റെ ജ്വലനസ്ഥാനത്തിന് താഴെയായി കുറയ്ക്കുന്നു, അത്രേ ഉള്ളൂ. കത്തുന്ന വസ്തുവിന്റെ താപനില അതിന്റെ ജ്വലനസ്ഥാനത്തിന് താഴെയായി കുറയ്ക്കുന്ന പ്രോസസ്സിന് പറഞ്ഞ പേരാണ് എന്ത്, കൂളിംഗ് എന്നൊരു കാര്യം. അവിടെ നമ്മൾ ഹീറ്റിനെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. അത് അപ്പൊ എന്ത് ചെയ്യും, ഹീറ്റ് ഇല്ലാതാകുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഫയർ ട്രയാങ്കിൾ എന്തൊക്കെയാ പറഞ്ഞത്, താഴെ ഒരു ഫ്യൂവല് വേണമെന്ന് പറഞ്ഞു. പിന്നെ എന്താണ്, പിന്നെ ഓക്സിജൻ വേണമെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ എന്താണ്, ഹീറ്റ് വേണമെന്ന് പറഞ്ഞു അല്ലേ. അപ്പം ഹീറ്റ് വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഈ 3 ഫാക്ടേഴ്സ് ആണ് പറഞ്ഞത്. ഇതിനകത്ത് നിങ്ങളിവിടെ എന്താണ് ചെയ്തത്, നിങ്ങളിവിടെ ഹീറ്റിനെ ഇല്ലാതാക്കിയപ്പം ആ ഒരു ഫയർ കെട്ടു. ഇതാണ് കൂളിങ്ങിൽ പറയുന്ന കാര്യം. ഇപ്പൊ അടുത്ത് നമ്മൾ നോക്കുന്നത് സ്റ്റാർവേഷൻ ആണ്. സ്റ്റാർവേഷൻ എന്ന് വെച്ചാൽ ഇത്ര ഉള്ളൂ, ഇന്ധനം നീക്കം ചെയ്യാനുള്ള ഒരു കാര്യം. അതായത് ഇപ്പം ഏതെങ്കിലും ഒരു വസ്തു ഇപ്പം തീ പിടിക്കണമെന്ന് വിചാരിക്കുക. ഇപ്പൊ തടി ഒക്കെ തീ പിടിക്കുവാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ തടി അവിടെ നിന്ന് മാറ്റി. ഇവിടെ നമ്മളിപ്പം നമുക്ക് ഒരു രീതിയിലും അവിടുത്തെ ടെമ്പറേച്ചർ നമുക്ക് കെടുത്താൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ എന്താണ്, അവിടെ നമുക്ക് ഒരു ഓക്സിജന്റെ ആ ഒരു സപ്ലൈ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ എന്ത് ചെയ്യും, നമ്മളിടുന്ന ഫ്യൂവലിനെ അവിടെ നിന്ന് മാറ്റിയിട്ട് പുറത്തേക്കിടും. ആ ഫ്യൂവലിനെ അവിടെ നിന്ന് മാറ്റിയിട്ട് പുറത്തേക്കിടുമ്പോൾ എന്ത് സംഭവിക്കും, അവിടെ തീപിടുത്തം ഇല്ലാതെ ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ പുറത്തേക്ക് ഇടുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ തീ പിടിക്കാൻ സാധ്യത ഇല്ലാത്ത ഒരു സ്ഥലത്തോട്ട് വേണം മാറ്റിയിടാനായിട്ട്. അപ്പൊ അങ്ങനെ സംഭവിക്കുമ്പോൾ അവിടെ എന്ത് ചെയ്യും, അവിടെ ഈ ഒരു സ്റ്റാർവേഷൻ, ഫ്യൂവലിനെ നീക്കം ചെയ്യും, ഇന്ധനത്തെ നീക്കം ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഈ ഒരു സ്റ്റാർവേഷൻ എന്ന് പറയുന്നത്. അവിടെ തീപിടുത്തം ഇല്ലാതെയാകുകയാണ് ചെയ്യുന്നത്. ഇതിനകത്ത് നമ്മൾ എന്താണ്, ആ ഒരു 3 ഫാക്ടറിൽ ഒരു ഫാക്ടറിന് ഫ്യൂവലിനെ മാറ്റുവാണ്. അവിടെ ഹീറ്റും ഉണ്ട്, ഓക്സിജൻ അവിടെ നിൽക്കുന്നുണ്ട്, ഫ്യൂവൽ നമ്മൾ മാറ്റി, തീപിടുത്തം ഇല്ലാതെയായി. ഓക്കെ, അപ്പം നമ്മൾ അടുത്ത നോക്കാൻ പോകുന്ന ഒരു കാര്യമാണ് എന്ത്, സ്മോദറിംഗ് അഥവാ ബ്ലാങ്കറ്റിംഗ്.
സ്മോദറിംഗ് എന്നായിരിക്കും നിങ്ങൾക്ക് കൂടുതലും എക്സാമിന് ചോദിക്കുന്നത്, അഥവാ ബ്ലാങ്കറ്റിംഗ്. ഇതിന് ചിലപ്പോൾ എക്സാമിന് ശമിപ്പിക്കൽ, മലയാളത്തിൽ വരുമ്പോൾ മോസ്റ്റ്ലി ശമിപ്പിക്കൽ എന്ന് കണ്ടിട്ടുണ്ട്. അതുപോലെ വായുവിനെ നീക്കം ചെയ്യൽ എന്ന് പറയുന്നതും ഇത് തന്നെയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഗ്യാസ് സിലിണ്ടറിൽ തീ പിടിച്ചെന്ന് വിചാരിക്കുക. നമ്മളവിടെ ചെയ്യുന്ന ഒരു പ്രോസസ്സ് എന്താ? നമ്മൾ എപ്പോഴും നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്, ഗ്യാസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു സ്വീകരിക്കേണ്ട ഒരു ഫസ്റ്റ് എയ്ഡ് എന്നുള്ള രീതിയിൽ നമ്മൾ സൂക്ഷിക്കേണ്ട, അല്ലെങ്കിൽ ഫസ്റ്റ് നമുക്ക് ഒരു ഏറ്റവും ആദ്യം ഉപയോഗിക്കേണ്ട ഒരു മെഷർ എന്താണ്? നമ്മൾ ഏതെങ്കിലും ഒരു കമ്പിളി പുതപ്പോ അല്ലെങ്കിൽ ഒരു ചണച്ചാക്കോ എടുത്ത് നമ്മൾ മൂടുക എന്നുള്ളതാണ്. അത് മസ്റ്റായിട്ട് അടുക്കളയിൽ എന്താണ് ഒരു ചണച്ചാക്കം ഉണ്ടായിരിക്കണം, അത് നിർബന്ധമാണ്. കാരണം നമ്മളൊക്കെ അടുക്കള പെരുമാറുന്ന സമയത്ത് ഇത് എന്തെങ്കിലും നമുക്ക് പറയാൻ പറ്റില്ല, ഇതൊക്കെ ആക്സിഡന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഒന്നും ഒരു അനുഭവത്തിലല്ല ഇത് വരുന്നത്. അപ്പൊ നമ്മൾ അവിടെ എന്ത് ചെയ്യണം? ഏറ്റവും കുറഞ്ഞ ഒരു ചണച്ചാക്ക് അവിടെ ഉണ്ടായിരിക്കണം. ജസ്റ്റ് അവിടെ അടുക്കള പെരുമാറുന്നവർക്ക് ചവിട്ടി നിൽക്കാനോ ഒക്കെ ആയിട്ട് അവിടെ ഇട്ടാൽ മതി. പക്ഷെ എന്ത് ചെയ്യും? ഇങ്ങനെ എന്തെങ്കിലും തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞാൽ ഈ ചണച്ചാക്ക് നനച്ചിട്ട് ഇത് മൂടാൻ പറ്റും. ഈ ഒരു ഗ്യാസ് സിലിണ്ടറിനെ പുറത്തുനിന്ന് മൂടുകയും അപ്പൊ എന്താ സംഭവിക്കുന്നത്? ആ ഒരു ഓക്സിജൻ സപ്ലൈ അവിടെ ഇല്ലാതെ വേണ്ടിയിരുന്നത്. ഈ ഓക്സിജൻ സപ്ലൈ ഇല്ലാതാകുമ്പോൾ അവിടെ തീ പിടിക്കത്തില്ല. അതാണ് ഈ സ്മോദറിങ് എന്ന് പറയുന്നത്. സ്മോദറിങ് എന്ന് പറഞ്ഞാൽ എന്താ? അപ്പം ഏതർ ഒരു ബ്ലാങ്കറ്റ് ആയിരിക്കാം, അതായത് കമ്പിളിയുടെ നല്ലൊരു പുതപ്പായിരിക്കാം, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ചണച്ചാക്കായിരിക്കും. അപ്പൊ റേഷൻ കടയിൽ ചെന്ന് ഒരു 20-25 രൂപ കൊടുത്താൽ ഒരു ചണച്ചാക്ക് കിട്ടും. ആ ചണച്ചാക്ക് പിടിച്ച് വീട്ടിലിടുന്ന ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കമ്പിളിയുടെ പുതപ്പോ കാര്യങ്ങളോ ഒക്കെ അടുക്കളയിൽ സൂക്ഷിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. കാരണം ഇതുപോലുള്ള സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. അപ്പം ഈ ഏതെങ്കിലും ഒരു അപകടഘട്ടത്തിൽ ഇങ്ങനെ തീ പിടിക്കുന്ന ഒരു സമയത്ത് നമുക്ക് ഈ ഒരു ചണച്ചാക്ക് നനച്ചതോ അല്ലെങ്കിൽ ഈ ഒരു കമ്പിളിപ്പുതപ്പ് നനച്ചതോ എടുത്ത് അതിന്റെ ആ മൊത്തത്തിൽ അങ്ങ് മൂടുന്ന സമയത്ത് ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പുറത്തുനിന്നുള്ള ഒരു ഓക്സിജൻ സപ്ലൈ നിലയ്ക്കാണ് ചെയ്യുന്നത്. ഈ ഒരു ഓക്സിജൻ സപ്ലൈ നിലയ്ക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആ ഒരു ഫയർ ടാങ്കിളിലെ ഒരു ഫാക്ടർ ഇല്ലാതെയായി. അതായത് അവിടെ ഫ്യൂവൽ ഉണ്ട്, അവിടെ ഹീറ്റ് ഉണ്ട്, അവിടെ എന്തില്ലാതെ ഇപ്പോൾ വരുന്നു? ഓക്സിജൻ ഇല്ലാതെ വരുന്നു. അപ്പൊ അവിടെ ഇത് കെടും. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം കൂടെ നിങ്ങളത് ഓർക്കുക. അപ്പൊ ഇതാണ് ഈ സ്മോദറിംഗ് എന്ന് പറയുന്നത്. തീയിലേക്കുള്ള ഓക്സിജന്റെ വിതരണം നിർത്തലാക്കുന്ന പ്രക്രിയ കേട്ടോ. തീയിലേക്കുള്ള ഓക്സിജന്റെ വിതരണം നിർത്തലാക്കുന്ന പ്രക്രിയയാണ് സ്മോദറിംഗ് എന്ന് പറയുന്നത്. നമ്മൾ അടുത്ത് നോക്കുന്നത് ബ്രേക്ക് ദ ചെയിൻ റിയാക്ഷൻ ആണ്. അതായത് ചെയിൻ റിയാക്ഷൻ തടസ്സപ്പെടുത്തുക. ശരി, നമ്മൾ നേരത്തെ ഫയർ ടെട്രാഹെഡ്രൺ പഠിച്ചു അല്ലേ? രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മൾ എന്ത് പഠിച്ചു? ഫയർ ട്രയാങ്കിൾ പഠിച്ചു. അതോടൊപ്പം തന്നെ നമ്മൾ ഫയർ ടെട്രാഹെഡ്രൺ കൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഫയർ ടെട്രാഹെഡ്രൺ പഠിച്ചപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞത്? ചെയിൻ റിയാക്ഷൻ ഒരു കാരണമാണ്. എന്തിന്? ഫയർ ട്രയാങ്കിൾ എന്തിനാണ് കാരണമാണ്? തീ പിടിക്കാനും അത് നിലനിർത്താനും എന്താണ്? ഫയർ ട്രയാങ്കിൾ വേണം. ഈ പിടിച്ച തീ പടരാൻ എന്ത് വേണം? അവിടെ ഒരു ചെയിൻ റിയാക്ഷന്റെ ഒരു സഹായം വേണം. അപ്പൊ ഈ ചെയിൻ റിയാക്ഷൻ നിർത്തിയാൽ എന്ത് സംഭവിക്കും? അല്ലെങ്കിൽ ചെയിൻ റിയാക്ഷൻ ഇല്ലാതാക്കിയാൽ അവിടെ എന്ത് സംഭവിക്കും? അവിടെ ഈ ഒരു തീ പടരുന്നത് നിൽക്കും. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ബ്രേക്ക് ദ ചെയിൻ റിയാക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ചെയിൻ റിയാക്ഷൻ നിർത്തുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഇപ്പം കാട്ടുതീ പടരുന്ന ഒരു സമയത്ത്, ഈ കാട്ടുതീ പടരുന്ന സമയത്ത് അവിടെ എന്താണ് സംഭവിക്കുന്നത്? അവിടെ ചെയിൻ റിയാക്ഷൻ ആണ് സംഭവിക്കുന്നത്. വലിയ എമൗണ്ടിൽ തീ പടരുവാണ്, ഒരു കാടിന്റെ വലിയൊരു എമൗണ്ടിൽ. ഉദാഹരണത്തിന് ഇത്രയും ഒരു ഫോറസ്റ്റ് ആണെന്ന് വിചാരിക്കുക. ഇവിടെ ഒരു തീ പിടിച്ചു തുടങ്ങി. ഓക്കെ, തീ പിടിച്ചു തുടങ്ങി. ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് പോവാണ്. ഇത് സ്പ്രെഡ് ചെയ്ത് പോണ സമയത്ത് എന്താണ്? ഇതെങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുന്നത്? ഈ പിടിച്ച തീയിൽ നിന്ന് ഹീറ്റ് സ്പ്രെഡ് ആവുന്നുണ്ട് അല്ലെ? ഈ ഹീറ്റ് സ്പ്രെഡ് ആവുന്ന വഴി എന്ത് ചെയ്യും? അവിടെ പിന്നെ ഓക്സിജൻ കൂടെ വരുമ്പോൾ ഈ ഒരു ഫ്യൂവലിന് പടരാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ റെഡിയാണ്. അപ്പൊ അങ്ങനെ ഈ ഫ്യൂവല് ഇവിടെ നിന്ന് ഇങ്ങനെ ഈ സ്പ്രെഡ് ചെയ്ത് തീയും ഓക്സിജനും എല്ലാം കൂടി ആയിട്ട് ഇങ്ങനെ തീ പിടിച്ച് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഫയർഫോഴ്സുകാർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ചെയ്യുന്ന ഒരു മെത്തേഡാണ് ബ്രേക്ക് ദ ചെയിനിൽ ഒരു മെത്തേഡ് എന്ന് വെച്ചാൽ, ഈ ഒരു ഏരിയയിൽ ഇവിടെ തീ ഇവിടം വരെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഏരിയയിൽ എന്ത് ചെയ്യും? ഒരു ചെയിൻ ബ്രേക്ക് കൊണ്ടുവരും. അതായത് ഇവിടെയുള്ള മരങ്ങളെല്ലാം വെട്ടിമുറിച്ച് മാറ്റി അവിടുത്തെ പുല്ലും കരികലെല്ലാം മാറ്റിയിട്ട് അവിടെ എല്ലാം എന്ത് ചെയ്യും? അവിടെ എല്ലാം ഐസോലേറ്റ് ചെയ്യും. അപ്പൊ ഇത്ര ഏരിയയിൽ പിന്നെ ഫോറസ്റ്റ് ഉണ്ട്. ഈ ഒരു ഏരിയ വാക്വമായിട്ട് നിൽക്കുവാണ്. ഈ ഒരു ഏരിയ വാക്വമായിട്ട് നിൽക്കും. ഈ ഒരു ഏരിയയുടെ മരോ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ഈ തീ സ്പ്രെഡ് ചെയ്ത് ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും പിന്നെ അവർക്ക് മുന്നോട്ടേക്ക് നീങ്ങാനായിട്ട് ഒരു സ്പേസ് ഇല്ലാതാവുകയാണ്. പിന്നെ ഒരു സ്പേസ് ഇല്ലാതാവുകയാണ്. സോ ആ ഒരു ചെയിൻ റിയാക്ഷൻ അവിടെ ബ്രേക്ക് ചെയ്യുകയാണ്. ഇതാണ് ബ്രേക്ക് ദ ചെയിൻ റിയാക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം. ഓക്കെ, അപ്പൊ ബ്രേക്ക് ദ ചെയിൻ റിയാക്ഷൻ നമുക്ക് നോക്കാം. തീ നിലനിർത്താൻ സഹായിക്കുന്ന രാസപ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുകയും തുടർച്ചയായി ഊർജം പുറത്തുവിടുന്നത് തടയുകയും ചെയ്യുന്ന പ്രക്രിയയാണ്. ഓക്കെ, ഇതിനെ പറഞ്ഞ പേരാണ് ബ്രേക്ക് ദ ചെയിൻ റിയാക്ഷൻ. നിങ്ങൾ കാണാതെ ഒന്നും പഠിക്കേണ്ട, നിങ്ങൾക്ക് ഇത് ഓർമ്മയിൽ ഇരുന്നാൽ മതി. ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് ഓർമ്മയിരുന്നാൽ നിങ്ങൾക്ക് ഇതിൽ നിന്നൊരു ചോദ്യം വന്നാൽ നിങ്ങൾക്ക് അത് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇനി നമുക്ക് അടുത്തത് ഇതിൽ നിന്ന് ബേസ് ചെയ്ത് വന്ന കുറച്ച് PYQs, ഈ പോർഷനിൽ നിന്ന് ബേസ് ചെയ്ത് വന്ന ഇതുവരെ ചോദിച്ചിട്ടുള്ള PYQs നമുക്കൊന്ന് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ധനത്തെ ഇല്ലാതാക്കിക്കൊണ്ട് അഗ്നിശമനം നടത്തുന്ന രീതി ഏതാണ്?
ഇന്ധനത്തെ ഇല്ലാതാക്കിക്കൊണ്ട് അല്ലെ കൂളിംഗ് വരുമ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? കൂളിംഗ് വരുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? കൂളിംഗ് വരുമ്പോൾ അവിടെ ഹീറ്റിനെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ നമുക്കിത് ഒന്ന് നോക്കാം. കൂളിംഗ് വരുമ്പോൾ അവിടെ ഹീറ്റിനെ ഇല്ലാതാക്കിയാണ് ചെയ്യുന്നത്. ഹീറ്റാണ് അവിടെ ഇല്ലാതാകുന്നത്. അപ്പൊ ഇതല്ല ഉത്തരം. അടുത്ത ബ്ലാങ്കറ്റിംഗ് വരുന്നു. ബ്ലാങ്കറ്റിംഗ് വരുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഓക്സിജനെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. ഓക്സിജനെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതും അല്ല ഉത്തരം. അടുത്താണ് സ്മോദറിംഗ് ആണ് കേട്ടോ. സ്മോദറിംഗ് വരുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ബ്ലാങ്കറ്റിംഗ്, അതിന് തന്നെയാണ് അതിന് പറഞ്ഞ വേറൊരു പേരാണ് സ്മോദറിംഗ് എന്നുള്ളത്. അവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? അവിടെ നമ്മൾ ഓക്സിജനെ ഇല്ലാതെയാക്കിയാണ് ചെയ്യുന്നത്. ഓക്സിജനെ അവിടെ നമ്മൾ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് വരുന്നതാണ് സ്റ്റാർവേഷൻ. സ്റ്റാർവേഷൻ നമുക്കറിയാം എന്താണ്? ഫ്യൂവലിനെ ഇല്ലാതാക്കുക. സ്റ്റാർവേഷൻ എന്ന് വെച്ചാൽ എന്താണ്? പട്ടിണിക്കിടുക എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പച്ച മലയാളത്തിൽ പറയാം. പട്ടിണിക്കിടുക അല്ലെങ്കിൽ പട്ടിണി എന്നൊക്കെ നമുക്ക് പറയാം. അതെങ്ങനെയാണ്? ഫ്യൂവലിന് ഇന്ധനം ഇല്ലാതാവുമ്പോൾ പട്ടിണിയാവും എന്നുള്ളൊരു അർത്ഥമാണ്. അപ്പം സ്റ്റാർവേഷൻ ആണ് അവിടെ ഇന്ധനത്തെ ഇല്ലാതാക്കിക്കൊണ്ട് അഗ്നിശമനം നടത്തുന്ന രീതിക്ക് പറഞ്ഞ പേരാണ് സ്റ്റാർവേഷൻ. ഓക്കെ, അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന വീൽ ഇന്ധനത്തെ ഇല്ലാതാക്കിക്കൊണ്ട് അഗ്നിശമനം നടത്തുന്ന രീതി അതേതാണ്? സ്റ്റാർവേഷൻ ആണ്. നമ്മളത് പഠിച്ച കാര്യമാണ്, കൃത്യമായിട്ട് നമ്മളത് പഠിച്ച കാര്യമാണ്. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത് നോക്കുന്നതാണ് ടൈപ്സ് ഓഫ് ഫയർ. ഇപ്പൊ നമ്മൾ ഏറ്റവും ആദ്യത്തെ ഒരു രണ്ടാമത്തെ ക്ലാസ് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ നമ്മൾ കമ്പസ്റ്റൻ നമ്മൾ കണ്ടു അല്ലെ? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കമ്പസ്റ്റൻ കണ്ടു അല്ലെ? ഏതൊക്കെയാണ്? ഇൻകംപ്ലീറ്റ് കമ്പസ്റ്റൻ, അതുപോലെ എന്താ കംപ്ലീറ്റ് കമ്പസ്റ്റൻ, ഇപ്പോൾ പൂർണ്ണജ്വലനം, അപൂർണ്ണ ജ്വലനം, അതുപോലെ എന്താണ് സ്ഫോടനാത്മക ജ്വലനം എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു 5 ടൈപ്സ് ഓഫ് ജ്വലനം നമ്മൾ പഠിച്ചു. അപ്പൊ എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു ഫയറിന്റെ ടൈപ്പുകളാണ് നമ്മളിവിടെ നോക്കുന്നത്. ഇത് നമ്മളൊരു 6 ടൈപ്പ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് ഒരുപാട് പഠിക്കാനില്ല. നമ്മൾ ജസ്റ്റ് നമുക്കത് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ഓക്കെ, അപ്പം ഇതാണ് ഏറ്റവും അധികം ക്ലാസ് എ. ഇപ്പൊ ടൈപ്സ് ഓഫ് ഫയറിനെ ഡിവൈഡ് ചെയ്യുന്നത് 6 ആയിട്ടാണ്. അത് ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് സി, ക്ലാസ് ഡി, അങ്ങനെ ക്ലാസ് എഫ് വരെയാണ് നമ്മൾ ഇത് ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിൽ ഓരോ ക്ലാസ്സും എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ക്ലാസ് എ ഫയർ എന്ന് പറയുമ്പോൾ എന്താണ്? അത് ഖരവസ്തുവാണ്. ഖരവസ്തുക്കൾക്ക് തീ പിടിക്കുന്നത്. ഇപ്പൊ ഖരവസ്തുവിന് തീ പിടിക്കാന്ന് വെച്ചാൽ എന്തുവാ? ഇപ്പൊ സോളിഡ് ആയിട്ടുള്ള ഇപ്പൊ ബുക്ക് അല്ലെങ്കിൽ പേപ്പർ അല്ലെങ്കിൽ തടി അങ്ങനെയുള്ള ഖരമായിട്ടുള്ള എന്ത് വസ്തുവിന് തീ പിടിക്കുന്നത് എന്താണ് പറഞ്ഞത്? അതിനാണ് ക്ലാസ് എ ടൈപ്പ് ഓഫ് ഫയർ എന്ന് പറഞ്ഞത്. ക്ലാസ് എ ടൈപ്പ് ഓഫ് ഫയർ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ക്ലാസ് ബി എന്ന് പറയുമ്പോൾ എന്താണ്? ദ്രാവകങ്ങൾക്ക് തീ പിടിക്കുന്നതിനാണ് ക്ലാസ് ബി ഫയർ എന്ന് പറഞ്ഞത്. ക്ലാസ് സി എന്ന് പറഞ്ഞത് ഗ്യാസ്. ഇപ്പൊ നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് സോളിഡ് ലിക്വിഡ് ഗ്യാസ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ രീതിയിൽ ഓർത്ത് വെച്ചാൽ മതി. നമ്മളത് ചെറുപ്പത്തിലെ സയൻസിൽ പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ ഒരു ഓർഡറിലാണ് സോളിഡ് ലിക്വിഡ് ഗ്യാസ് എന്നൊരു ഓർഡറിലാണ് നമ്മൾ പഠിച്ചത്. എന്ന് പറഞ്ഞ പോലെ എ ബി സി എന്ന് അങ്ങനെ കണക്ട് ചെയ്താൽ മതി. എ എന്ന് പറഞ്ഞാൽ എന്താണ്? സോളിഡ് ആയിട്ടുള്ള വസ്തുക്കൾക്ക് തീ പിടിക്കുന്നു, ഖരവസ്തുക്കൾക്ക് തീ പിടിക്കുന്നു, അത്രേ ഉള്ളൂ. ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ലിക്വിഡ് ആയിട്ടുള്ള വസ്തുക്കൾക്ക് തീ പിടിക്കുന്നു. ഇപ്പം പെട്രോള് അല്ലെങ്കിൽ മണ്ണെണ്ണ, ഡീസൽ ഇതിനൊക്കെ തീ പിടിച്ച എന്താണ്? ലിക്വിഡ് ആയിട്ടുള്ള വസ്തുക്കൾക്ക് പിടിക്കുന്ന തീപിടുത്തമാണ്. അപ്പൊ അത് ക്ലാസ് ബി എന്നൊരു രീതിയിൽ ആണ് അതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. പിന്നെ വരുന്ന ക്ലാസ് സി എന്താണ്? ഗ്യാസ്, സോളിഡ് ലിക്വിഡ്, പിന്നെ എന്താ? ഗ്യാസ് വരുന്നു. അപ്പൊ ഗ്യാസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വാതകങ്ങൾക്ക് തീ പിടിക്കുന്നതിനാണ് എന്തെന്ന് പറഞ്ഞത്? ക്ലാസ് സി ഫയർ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് എന്താണ്? ഗ്യാസ് അതായത് ബ്യൂട്ടൈൻ, പ്രൊപ്പൈൻ, മീഥെയിൻ, LPG എന്നൊക്കെ പറഞ്ഞാലും എന്താണ്? ഏത് ഗ്യാസിന് തീ പിടിച്ചാലും അതെന്താണ്? ക്ലാസ് സി ടൈപ്പ് ഓഫ് ഫയർ ആണ് വരുന്നത്. പിന്നെ വരുന്നതാണ് ക്ലാസ് ഡി വരുന്നത്. ക്ലാസ് ഡി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ അതിനൊരു ലോഹം എന്നൊരു ടേമിലേക്ക് നമുക്ക് പോകാം. ഇപ്പൊ തീ പിടിക്കുന്ന കൈൻഡ് ഓഫ് ലോഹങ്ങളുണ്ട്. അതുങ്ങൾക്ക് തീ പിടിക്കുമ്പോഴത്തേക്കും എന്തെന്ന് പറയാൻ പറ്റും? അതിനെ ക്ലാസ് ഡി ടൈപ്പ് ഓഫ് ഫയർ എന്ന് പറയാൻ പറ്റും. ഇപ്പം അലുമിനിയം, അതുപോലെ ലിഥിയം, മഗ്നീഷ്യം, ഇപ്പൊ ഈ ടൈപ്പ് ഓഫ് തീപിടുത്തങ്ങൾ കൂടുതലും കാണുന്നത് ഈ എയർക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ എന്താണ് പറയുന്നത് ഷിപ്പിംഗ് ഇൻഡസ്ട്രീസ്, അതുപോലെയുള്ള വലിയ വലിയ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീസ്, ഇവിടെയൊക്കെയാണ് ഈ ഒരു ക്ലാസ് ഡി ടൈപ്പ് ഓഫ് തീപിടുത്തങ്ങൾ കാണുന്നത്. അതുപോലെ പിന്നെ വരുന്നതാണ് ക്ലാസ് ഇ തീപിടുത്തങ്ങൾ. എന്താണ്? ഷോർട്ട് സർക്യൂട്ട് കാര്യങ്ങൾ. ഇപ്പം വൈദ്യുതി ഉപകരണങ്ങൾക്ക് തീ പിടിക്കുന്നു, അതെന്താണ്? ക്ലാസ് ഇ ആണ്. ഇ ഫോർ ഇലക്ട്രിസിറ്റി അല്ലെ? അത് ഓർമ്മയിൽ വെക്കാൻ എളുപ്പമുണ്ടല്ലോ. ഈ വെച്ചിട്ട് ഓർമ്മ വെക്കാൻ എളുപ്പമുണ്ടല്ലോ. ഈ എന്താ? ഇലക്ട്രിസിറ്റി ആണ്. ഓക്കെ, അപ്പൊ ഇലക്ട്രിസിറ്റിക്കുള്ള തീപിടുത്തം എന്നുള്ള രീതിയിൽ ഓർത്താൽ മതി. വൈദ്യുതി ഉപകരണങ്ങൾക്ക് തീ പിടിക്കുന്നതാണ് എന്ത്? ക്ലാസ് ഇ തീപിടുത്തങ്ങൾ. പിന്നെ എന്താണ്? ക്ലാസ് എഫ് തീപിടുത്തങ്ങൾ. ക്ലാസ് എഫ് തീപിടുത്തം എന്ന് വെച്ചാൽ എന്താണ്? ഫ്രൈയിങ്ങിനിടയിൽ തീ പിടിക്കാൻ ഓർത്താൽ മതി. അടുക്കളയിൽ ഉണ്ടാകുന്ന തീപിടുത്തമാണ്. ഇപ്പൊ അടുക്കളയിൽ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്നു, ഭക്ഷണം വറക്കുമ്പോൾ തീ പിടിക്കുന്നു ഓർത്താൽ മതി. ഫ്രൈയിങ്ങിനിടയിൽ ഉള്ള തീപിടുത്തം. ഇപ്പൊ ചൈനീസ് കുക്കുകളൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ കുക്ക് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് തീ വരും. ആ ഒരു രീതിയിൽ നിങ്ങൾ കണക്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പം ക്ലാസ് എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പാചക എണ്ണകള്, കൊഴുപ്പുകൾ ഇതിനൊക്കെ പിടിക്കുന്ന തീപിടുത്തമാണ്. ഓക്കെ, അത് മോസ്റ്റ്ലി കിച്ചൺ ബേസ്ഡ് ആയിട്ട് വരുന്ന തീപിടുത്തമാണ്. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ ഓർത്താൽ മതി. ഇപ്പം ക്ലാസ് എ ബി സി മനസ്സിലായല്ലോ. ക്ലാസ് എ എന്താണ്? ക്ലാസ് എ എന്ന് പറഞ്ഞാൽ സോളിഡിനുള്ള തീപിടുത്തം. ക്ലാസ് ബി എന്താണ്? ദ്രാവകങ്ങൾക്കുള്ള തീപിടുത്തം. സി വരുമ്പോൾ എന്താണ്? ഗ്യാഷ്യസ്, വാതകങ്ങൾക്കുള്ള
തീപിടുത്തം. ഡി വരുമ്പോൾ എന്തായി? മെറ്റൽസ് ആയി അല്ലെ. നമ്മൾ നേരത്തെ എയറോനോട്ടിക്കൽ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഷിപ്പിംഗ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രിയിലൊക്കെ ഉണ്ടാകുന്ന തീപിടുത്തമാണ് നമ്മൾ കണ്ടു. അതുപോലെ നമ്മൾ ഈ വരുമ്പോൾ എന്താണ്? ഈ വരുമ്പോൾ ഈ ഫോർ ഇലക്ട്രിസിറ്റി അല്ലെ. അപ്പോൾ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ അങ്ങനെ വൈദ്യുതി ഉപകരണങ്ങൾക്ക് വരുന്ന തീപിടുത്തമാണെന്ന് കണ്ടു. എഫ് എന്താണ്? ഫ്രൈങ്ങിലൂടെ തീ പിടിക്കുന്നു. അത് അടുക്കളയിൽ മോസ്റ്റ് ഉള്ള തീപിടുത്തം ഈ ഒരു എഫ് ക്ലാസ് എഫിലുള്ള തീപിടുത്തമാണ്. അതുപോലെ തന്നെ ഇത് ഏത് ബേസിലാണ്? കുക്കിംഗ് ഓയിൽ അല്ലെങ്കിൽ ആ ഒരു ഗ്രീസ് കാര്യങ്ങൾ, അതാണ് കൊഴുപ്പ് ഉദ്ദേശിക്കുന്നത്. ഗ്രീസ് കാര്യങ്ങളാണ് അവിടെ ഇപ്പം കുക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഗ്രീസ് കാര്യങ്ങൾ, അതൊക്കെ ബന്ധപ്പെട്ട് വരുന്ന ഒരു തീപിടുത്തത്തെയാണ് ക്ലാസ് എഫ് തീപിടുത്തം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ശരി, അപ്പൊ നമുക്ക് അതിന്റെ ഒരു PYQലോട്ട് നമുക്കൊന്ന് പോവാം. അതായത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരം ജ്വലന സ്വഭാവമുള്ള വാതകങ്ങളിൽ ഉണ്ടാകുന്ന തീപിടുത്തം ഏത് വിഭാഗത്തിൽ പെടുന്നു? അപ്പൊ നമ്മൾ പറഞ്ഞു സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, അതായത് ABC. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ജ്വലന സ്വഭാവമുള്ള വാതകങ്ങളിൽ ഉണ്ടാകുന്ന തീപിടുത്തം. വാതകം ഏതാണ്? ഗ്യാസ് ആണ്, C ആണ് വരുന്നത്. അതിന്റെ ക്ലാസ് C ആണ് അതിന്റെ ആൻസർ വരുന്നത്. ക്ലാസ് ബി അല്ല കേട്ടോ, ക്ലാസ് C ആണ് കേട്ടോ, ക്ലാസ് C ആണ്. ഇത് മാർക്ക് ചെയ്തപ്പോൾ മാറിപ്പോയതാണ്. ഓക്കെ, ലിക്വിഡ് ആണ് ക്ലാസ് B. ക്ലാസ് എ എന്താണ്? ക്ലാസ് എ സോളിഡ് ആണ്, ക്ലാസ് ബി ലിക്വിഡ് ആണ്, ക്ലാസ് C ഗ്യാസ് ആണ്. അപ്പം ക്ലാസ് C ആണ് അതിന്റെ ഉത്തരം വരുന്നത്. അപ്പൊ എല്ലാവർക്കും പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി ബാക്കിയുള്ള പോർഷൻസ്, ഇനിയിപ്പോൾ ഫയർ എക്സ്റ്റിങ്ക്യൂഷിംഗ് ഏജൻസ്, അതുപോലെ ഇതിന്റെ മെത്തേഡ്, ഓരോ മെത്തേഡ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫയർ എക്സ്റ്റിങ്ക്യൂഷേഴ്സ്, പാസ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിലായിരിക്കും നോക്കുന്നത്. അപ്പൊ ആ ഒരു ക്ലാസ് കൊണ്ട് നമ്മുടെ ഈ ഒരു പോർഷൻ, അതായത് ഫയർ എന്നൊരു പോർഷൻ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് തീരും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ പഠനം നന്നായിട്ട് പോകുന്നു വിശ്വസിക്കുന്നു. അടുത്ത ഒരു ക്ലാസ് കൂടെ കൊണ്ട് നമുക്ക് ഈ ഫയർ എന്നൊരു പോർഷൻ നമുക്ക് കംപ്ലീറ്റ്ലി വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക, പഠനം നടത്തിക്കൊണ്ട് തന്നെ ഇരിക്കുക. അപ്പം ആദ്യമേ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഹോൾ ടിക്കറ്റ് ഒക്കെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പം നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.